ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾക്കിവിടെ നല്ല അടിപൊളി മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്വീറ്റ് മാങ്കോപ്പഴം ഞാൻ തന്നെ ഇവിടെ ചെത്തി. ഞങ്ങൾ 3-4 കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെത്തി. ഇനി ഞങ്ങൾക്ക് ബാക്കി ഒരു 2 ഉണ്ടായിരുന്നു. ഓക്കെ, അതും കൂടെ നമ്മൾ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയാണ്. ഇതാണ് മക്കളെ മാങ്കോപ്പഴം, ഇതാണ് മക്കളെ മാങ്ങാപ്പഴം. അടിപൊളിയാണ്. പിന്നെ ഇവിടെ എനിക്ക് വെച്ചിട്ടുണ്ട്. അടുത്ത ഈ മാങ്ങയെ കാണാൻ തന്നെ നല്ലൊരു സുന്ദരി മാങ്ങയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാവേ. നമ്മൾ അടിപൊളി സ്വീറ്റാണ്. ചിലപ്പോൾ നമുക്ക് ഈ പന്ന മാങ്ങോ നമ്മളതിനെ മേടിച്ച് കഴിഞ്ഞാൽ മധുരവും കാണത്തില്ല, ഒന്നുമില്ല, ചിലപ്പം പുളിയായിരിക്കും അല്ലേ. നമുക്കിങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒത്തു കിട്ടാറുള്ളൂ. ഇത് നല്ല അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ 3-4 ചെത്തിയായിരുന്നു, അതൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് ഇവനെയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവനാണ് മക്കളെ മാങ്കോ, ഇതാണ് മക്കളെ മാങ്ങാപ്പഴം. അപ്പം നമ്മളിവിടെ മാങ്കോ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ കുറേ എല്ലാം ചെറിയ പീസാക്കി. പിന്നെ ഇവിടെ 2 വലിയ പീസ് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ ചെറിയ പീസാക്കേണ്ടത്. അപ്പം ഞാൻ കുറേ അങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് വലിയ 2 പൂൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്കോ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് നമ്മുടെ മാങ്ങാപ്പഴം കഴിക്കാവേ. നല്ല മധുരം, നല്ലൊരു സ്മെല്ലും ഉണ്ട്. നല്ല മാങ്ങാപ്പഴത്തിൻ്റെ നല്ലൊരു സ്മെല്ല്. അപ്പോൾ ശരി, നാട്ടിലൊക്കെ ചൂടല്ലേ, നിങ്ങളൊക്കെ വീട്ടിൽ മാങ്ങാപ്പഴം ഉണ്ടോ? മാങ്ങാപ്പഴം ഇല്ലാത്തവർ മാവൊക്കെ വെച്ച് പിടിപ്പിക്കുക. എല്ലാവരുടെയും വീട്ടിൽ നാട്ടിലൊക്കെ ആർക്കും പറമ്പിലൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എല്ലാവരും നല്ല മാവൊക്കെ മേടിച്ച് കൊടുക്കുക. തമിഴ്നാട്ടിൽ നിന്ന് വിഷമടിച്ച മാങ്ങയൊക്കെ മേടിച്ച് കഴിക്കാതെ അവനവൻ്റെ വീട്ടിൽ നല്ല മാവൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ മാങ്ങാപ്പഴമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ബൈ.